നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്രിപ്റ്റോ കറൻസിയിൽ വരുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക, വളരെ റിസ്ക് ഉള്ള ഒരു കാറ്റഗറിയാണ്. ഒരുപക്ഷെ പൈസ നമ്മൾ എത്ര ഇടുന്നോ അത് സീറോ ആകാനും ചാൻസ് ഉള്ള ഒരു മാർക്കറ്റാണ്. പക്ഷെ അവിടെ പൈസ ഡബിൾ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ചെറിയ ക്യാപിറ്റൽ മാത്രം യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രം ഈ ഒരു മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ റിയാലിറ്റിയും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു നിലവിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നുണ്ട്, നല്ലൊരു ഡിപ്പുണ്ട്. ഞാൻ ആദ്യം തന്നെ വലിയ കോയിൻസിനെ മാത്രമാണ്, അതിന്റെ ചാർട്ട് മാത്രമാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത്. ഒന്നാമത്തത് നമുക്ക് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കോയിൻ ഞാനിവിടെ അതിന്റെ ചാർട്ട് ഓപ്പൺ ആക്കാം. ഇതിന്റെ ചാർട്ട് ഓപ്പൺ ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം അത് 61,800 US ഡോളറിലാണ് ഒരു ബിറ്റ് കോയിന്റെ പ്രൈസ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 1,126,000 എന്ന US ഡോളറിൽ നിന്ന് നേരെ പകുതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കിടക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? ഈ ഒരു ലെവലിൽ നിന്ന് ഇതിന്റെ ഓൾ ടൈം ഹൈയിലേക്കാണേലും ഒരു 1, 2, 3 വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 100% അതായത് ക്യാപിറ്റൽ ഡബിൾ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ബിറ്റ് കോയിനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് ഒരുപക്ഷെ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. മറിച്ച് നമ്മൾ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ ഈ ഒരു ഏരിയയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അവിടെ നിന്ന് ഡബിൾ ആകണമെങ്കിൽ, ക്യാപിറ്റൽ ഡബിൾ ആകണമെങ്കിൽ നമുക്ക് ഈ ഒരു ബിറ്റ് കോയിന്റെ പ്രൈസ് ഡബിൾ ആകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് ഡബിൾ ആകണമെങ്കിൽ ബിറ്റ് കോയിന്റെ പ്രൈസ് എത്രയാണ്? ബിറ്റ് കോയിന്റെ പ്രൈസ് ഏകദേശം 2,50,000 US ഡോളറിലേക്ക് പോകണം. അപ്പം ഇത് ഇത്രയും പോകുന്നതിനേക്കാളും അതിനേക്കാളും കുറെ ചാൻസ് ഉണ്ട് ഇവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് റിസ്ക് ഇച്ചിരി കുറവാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റിട്ടേണും ഒരു ഷോർട്ട് പീരീഡിൽ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ സേഫ് ഡിപ്പിൽ എൻട്രി എടുക്കുന്നതും ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. ഇൻ കേസ് ഓക്കെ, നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ഡിപ്പിൽ എൻട്രി എടുത്ത് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ എൻട്രി എടുത്തവര് ഇങ്ങനെ ഒരു ഡബിൾ ആകും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിപ്പിൽ എൻട്രി എടുക്കുന്നവരെ സംബന്ധിച്ച് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3 ഇരട്ടി 4 ഇരട്ടി എമൗണ്ട് ആയി മാറും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഈ ഒരു ഡിപ്പിൽ. ഇനി നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ഡിപ്പ് ഇവിടെ തീർന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ഡിപ്പ് വന്നിട്ടാണ് ഇത് തിരിച്ചു പോയേക്കുന്നത്. അപ്പം മാർക്കറ്റ് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ശരിയല്ല. മറിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ എത്ര എമൗണ്ട് ആണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു പോർഷൻ. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഒരു മന്ത്ലി SIP ചെയ്യുന്ന ആളാണ്. ഇക്വിറ്റി മാർക്കറ്റില് നമ്മൾ ഒരു 6,000-7,000 രൂപയുടെ SIP, ഗോൾഡിൽ SIP ചെയ്യുന്നുണ്ട് 2,000-3,000 രൂപയുടെ SIP. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വെറും 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് മാത്രമേ ഇങ്ങനെയുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം ഓവറോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു 5% അല്ലെങ്കിൽ 10% മാക്സിമം നമ്മൾ ഇതിന്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അവിടെ തന്നെ ഓർത്തിരിക്കുക, നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ലംസം എമൗണ്ട് ഇട്ടിട്ട് അതിനുശേഷം താഴോട്ട് പോരുവാണെങ്കിൽ നമുക്ക് SIP ചെയ്യാം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഇടുന്ന എമൗണ്ട് എത്രമാത്രം സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം 61,000 US ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ 20,000 ഡോളറിലേക്ക് വരാം. അപ്പൊ 50% ഒക്കെ ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് മാത്രം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഡൗൺ സൈഡ് പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് പോന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ ലോവർ ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ വലിയ പ്രോഫിറ്റുകൾ, ഇൻ കേസ് ഇപ്പം ഇതിന്റെ വാല്യൂ ഒരു 30,000 US ഡോളറിലേക്കൊക്കെ വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു റീജിയനിലാണ് വരുന്നതെങ്കിൽ തിരിച്ച് അത് ഓൾ ടൈം ഹൈയിലേക്ക് പതുക്കെ വന്നാലും മതി.
ഒരു 3-4 വർഷം കഴിയുമ്പോൾ വന്നാലും മതി. അപ്പൊ നമുക്കിത് കണ്ടോ, അത് 4 ഇരട്ടിയായി മാറാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇത് പോസിബിൾ ആണ് ഓൾ ടൈം ഹൈയിലേക്ക് എത്താനുള്ള ബിറ്റ്കോയിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് 4-5 ഇരട്ടിയാകാനുള്ള പോസിബിലിറ്റി വളരെ പാടാണ്. കാരണം അത്രയും വലിയൊരു മാർക്കറ്റ് ക്യാപിറ്റലിലേക്ക് പോകും ബിറ്റ്കോയിൻ. അപ്പം ഇങ്ങനെയുള്ള ഡിപ്പിൽ എൻട്രി എടുക്കുന്നവർക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു പോർഷൻ, വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ ഇങ്ങനെ റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ റെഡി ആകാവുള്ളൂ, താല്പര്യമുള്ളവരാണെങ്കിൽ. ഒരിക്കലും ഈ ഒരു പോർഷനിൽ എൻ്റെ എമൗണ്ട് ഒന്നും ഇടാതിരിക്കുക. ഒന്നുകിൽ SIP സ്റ്റാർട്ട് ചെയ്യുക, ഒരു ചെറിയ എമൗണ്ട് നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 5%, 10%, മന്ത്ലി SIPയുടെ ഒരു 5% അല്ലെങ്കിൽ 10% SIP സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റിൽ ഒരു ചെറിയ ലംസം എമൗണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് പിന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം. ഇൻ കേസ് താഴോട്ടാണ് പോരുന്നെങ്കിൽ അവിടെ നമുക്ക് ആവറേജ് ചെയ്യാം SIPയിലൂടെ. അതിനുശേഷം ഇതിന്റെ ഓൾ ടൈം ഹൈയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ പതിയെ ഘട്ടം ഘട്ടമായിട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് പുറത്തേട്ട് ഇറങ്ങാം. അടുത്ത അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ, ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞു തന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ബാക്കി കോയിൻസും ഉണ്ട്. അപ്പം അത് നമുക്ക് കൺസിഡർ ചെയ്യാം താല്പര്യമുള്ളവരാണെങ്കിൽ. അപ്പം ഞാനിവിടെ ഇത്തീരിയം USDT ചാർട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4800 USDT ഒക്കെ ഒരു ഇത്തീരിയം കോയിന്റെ പ്രൈസ് വന്നതാണ്. അപ്പൊ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കിവിടെ 4100 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ്? ഇതിപ്പം 1600 USDT എന്ന് പറഞ്ഞ ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു 60-70% ഡിപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും തിരിച്ച് ജസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു ഡബിള് അതിൽ കൂടുതലാകാനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു കോയിനിൽ കിടക്കുന്നുണ്ട്. ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3-3.5 മാറാനുള്ള ഒരു പോസിബിലിറ്റിയും ഇവിടെ ഈ ഒരു കോയിനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോർഷൻസ് ആയിട്ട് ഇടാം. അതായത് ബിറ്റ് കോയിനിൽ കുറച്ച് എമൗണ്ട്, അതുപോലെ തന്നെ ഇത്തീരിയത്തിന്റെ അകത്ത് കുറച്ച് എമൗണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള കോയിൻസിന്റെ അകത്തും ചെറിയ ചെറിയ എമൗണ്ട്. അപ്പൊ ലാർജ് ക്യാപ്പിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം, അതിനും ചെറിയ ചെറിയ കോയിൻസ് ആണെങ്കിൽ ചെറിയ ചെറിയ വെയിറ്റേജിൽ കൊടുക്കാം. അപ്പം ഏറ്റവും ലാർജ് ടോപ്പ് 5 കോയിൻസ് തന്നെയാണ് കൂടുതലും എടുക്കുന്നത് എപ്പോഴും നല്ലത്. ഒരുപാട് ചെറിയ കോയിൻസിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത്. അതുപോലെ തന്നെ നമുക്കിവിടെ സൊളാനയുടെ ചാർട്ട് ഒന്ന് ഓപ്പൺ ആക്കാം. സൊളാനയുടെ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഓൾ ടൈം ഹൈ എത്രയാണ്? 272 USDT, 295 USDT ഒക്കെ പോയതാണ്. ഇപ്പൊ വെറും 64 USDTയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കുന്നിടത്ത് നിന്ന് റിവേഴ്സ് ആകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിവേഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. ഇവിടെ ഇങ്ങനെ അവസരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. കണ്ടോ, ഇവിടെ 62-ൽ നിന്ന് 349% ഒക്കെ മിനിമം ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കിടക്കുന്നുണ്ട്. 1-2-3 വർഷത്തിനുള്ളിലാണെങ്കിലും ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഡബിളും ട്രിപ്പിളും ആക്കാനുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു കോയിനിൽ മാത്രം ഇടാതിരിക്കുക, പല കോയിനിൽ ഇടുക. അത് നമുക്ക് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്തു, നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 5% അല്ലെങ്കിൽ മാക്സിമം 10%, അതിൽ കൂടുതൽ പുറത്ത് പോകാതിരിക്കുക. പേഴ്സണലി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റുകൾ. അപ്പൊ ഇങ്ങനെ ഡിപ്പുകൾ വരുന്ന സമയത്ത് ഞാൻ അതിനെ യൂട്ടിലൈസ് ചെയ്യാനാണ് നോക്കുന്നത്. വളരെ ചെറിയ ക്യാപിറ്റൽ മാത്രമാണ് ഇതിനകത്ത് ഡിപ്ലോയ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇതിന് റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ സമയം എടുക്കും. ഒരുപക്ഷെ ഇങ്ങനെ കുറെ നാൾ കിടക്കും, 6-7-8 മാസം ഇങ്ങനെ സൈഡ് വൈസ് ആയിട്ട് പോകുന്നുണ്ടോ. ഇങ്ങനെ ഒരു പോയിന്റിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തവർക്ക് മാത്രം ആ റിട്ടേൺ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഈ മേളിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് എല്ലാവരും വളരെ വലിയൊരു നഷ്ടം കാണുന്ന സമയമാണ്. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ എൻട്രി എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിന്നിംഗ് പ്രോബിലിറ്റി കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിപ്പം കോയിൻ DCX എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്ത്യൻ എക്സ്ചേഞ്ച് തന്നെയാണ്. 2 കോടി യൂസേഴ്സ് ഇതുവരെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. നല്ല വോളിയം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 500-ലധികം ക്രിപ്റ്റോ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഒരിക്കലും നമ്മൾ എല്ലാ കോയിൻസിലേക്കൊന്നും പോവാതിരിക്കുക, ചെറിയ ചെറിയ കോയിൻസിലേക്ക്. ടോപ്പ് 5 അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുക. ടോപ്പ് 2 അല്ലെങ്കിൽ ടോപ്പ് 3 നിൽക്കുക, അല്ലെങ്കിൽ ടോപ്പ് 5 പോവുക, ബ്ലൂ ചിപ്പിൽ മാത്രം. ഓക്കെ, ഇവിടെ ബ്ലൂ ചിപ്പ് കോയിൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഉള്ള ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ.
ഇനി ഞാൻ എങ്ങനെയാണ് ഇതിന്റെ അകത്തൊരു കോയിൻ ബൈ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോവാണ്. ജസ്റ്റ് ഈ ഒരു കോയിൻ DCXന്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ BTC INR ബിറ്റ് കോയിൻ വാങ്ങാൻ പോകുന്ന സമയത്ത് ബൈ BTC എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഞാനിവിടെ INR അടിച്ചു കൊടുക്കാം. നമുക്ക് 100 രൂപ 101 രൂപ തൊട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാനിവിടെ 101 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏറ്റവും മിനിമം 100 ആണ്. ഇപ്പൊ കണ്ടോ, ഞാൻ 101 രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്യാം ഏറ്റവും കുറഞ്ഞത്. അപ്പൊ ഇവിടെ 102 രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് GST 18%, 0.09 INR, 0.6 ഫീസ്, 0.51 INR, 0.50% ആണ്. ബാക്കി ഓർഡർ വാല്യൂ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ടോട്ടൽ ഫീസസ് വരുന്നത്. അപ്പൊ നമുക്ക് ബൈ BTC എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടോ, BTC ഓർഡർ എക്സിക്യൂട്ടഡ്, BTC പർച്ചേസ്ഡ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കോയിൻസ് ബൈ ചെയ്യാം. ഒരു കാര്യം ഓർത്തിരിക്കുക, കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരാം. ഡിപ്പിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് നല്ല റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്യാപിറ്റൽ ഡബിളും ട്രിപ്പിളും ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ആണ് നമുക്ക് ഏറ്റവും അനുയോജ്യം. അതിൻ്റെ അകത്ത് കോയിൻ DCX നല്ല വോളിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, FIU രജിസ്റ്റേർഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ വന്ന് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ എൻറ്റയർ ക്യാപിറ്റലിന്റെ ഒരു 5% അല്ലെങ്കിൽ 10% മാത്രം ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിലേക്ക് വേണ്ടി മാറ്റി വെക്കുക. അതിൽ കൂടുതൽ വെക്കാതിരിക്കുക, കാരണം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇനി ആ ഒരു 5% അല്ലെങ്കിൽ 10% നമ്മൾ മന്ത്ലി SIP ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ലാർജ് കോയിൻസ് നമുക്ക് എപ്പോഴും കൺസിഡർ ചെയ്യാൻ നോക്കുക കൂടുതലായിട്ട്. അതായത് ഏറ്റവും ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 3 നിൽക്കുന്ന കോയിൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം 500 അതിലധികവും കോയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. 1000 10,000 കോയിൻസ് അവൈലബിൾ ആണ്. പല കോയിൻസ് കിട്ടും, പല ടോക്കൺസ് കിട്ടും. അപ്പൊ അതിനകത്ത് ശരിയായ കോയിൻസ് കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. അപ്പൊ നമുക്ക് വോളിയം വെച്ച് ഏറ്റവും വലിയ കോയിൻസ് എപ്പോഴും അതിൻ്റെ അകത്ത് ഇടുന്നതാണ് കുറച്ചും കൂടെ നമ്മൾ സേഫ് ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെന്റിനകത്ത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന 2 രീതിയിൽ. ഒന്നുകിൽ SIP ആയിട്ട് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡിപ്പ് കിട്ടുന്ന സമയത്ത് അവിടെ നമുക്കൊരു ലംസം എമൗണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആകുന്നത് ആ സമയത്ത് നമുക്ക് പതുക്കെ പ്രോഫിറ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ കറക്റ്റ് എക്സാക്ട് ഓൾ ടൈം ഹൈയിലേക്ക് വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആകുന്ന സമയത്ത് പതുക്കെ അത് കട്ട് ചെയ്ത് നമുക്ക് പുറത്തിട്ട് ഇറങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഇൻ കേസ് ഇപ്പം ഓൾറെഡി 50% താഴെയാണ് എല്ലാ കോയിൻസും നിൽക്കുന്നത്. ഏറ്റവും വലിയ കോയിന് ബിറ്റ് കോയിന് 50% താഴെയാണ്. ബാക്കിയുള്ള കോയിൻസ് 60-70% താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓൾ ടൈം ഹൈയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 2 ഇരട്ടി 3 ഇരട്ടി ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, കുറച്ചും കൂടെ സേഫ് ആയിട്ട്. ഓൾ ടൈം ഹൈയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ അതിന്റെ പ്രൈസ് ഡബിൾ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജസ്റ്റ് 100% റിട്ടേൺ കിട്ടണമെങ്കിൽ. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഓവറോൾ ഒരു സമ്മറി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. ഓക്കെ, താങ്ക് യു.